ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കുന്നതാണ്. അതിന് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൊഴുക്കട്ട പത്തിരിയുടെ പാകത്തിൽ കുഴച്ചിട്ട് ഉരുട്ടി വെച്ചതാണ്. തിളച്ച വെള്ളം കൊണ്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് പത്തിരിക്ക് കുഴയ്ക്കും പോലെ കുഴച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്തതാണ്. ഇനി ഇത് ഇഡ്ഡലി തട്ടിൽ വെക്കുന്നുണ്ട്. ഇനി ഇഡ്ഡലി തട്ടിൽ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം വെച്ച് നല്ലോണം തിളയ്ക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളയ്ക്കുമ്പോൾ മാത്രം ഇതുപോലെ ഉരുട്ടിട്ട് കൊടുത്തിട്ട് ഒരു 10-20-25 മിനിറ്റ് വേവിച്ചാലും മതി. അത് വെള്ളം തിളച്ചിട്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ കലങ്ങിപ്പോവും. ഇനി ഇതുപോലത്തെ തട്ട് വെച്ചെടുത്തിട്ട് നമ്മൾ അടയ്ക്കൊക്കെ വെക്കുന്ന തട്ടില്ല, അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ അടയ്ക്ക് വെക്കുന്ന തട്ടില്ലെങ്കിൽ ഇഡ്ഡലി ഒഴിക്കുന്ന തട്ടിലും വെച്ച് കൊടുത്താലും മതി. ഞാനിത് ഈ തട്ടുള്ളതിനെ കൊണ്ട് ഇതിൽ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു 20-25 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. പത്തിരിപ്പൊടി വറുത്ത് കുഴച്ച് ഒക്കെ ഇതാണല്ലോ, അതുകൊണ്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് ആവും. ഇതിന് വേവട്ടെ. അങ്ങനെ വെച്ചിട്ട് ഈ വെന്തിട്ട് കാണിച്ചു തരാം. ഹലോ, ഇനി നമ്മൾ കൊഴുക്കട്ട ഇവിടെ വെന്തിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കൊഴുക്കട്ട വെന്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി വറവിലേക്ക് ഇടുന്നുണ്ട്. ഒരു 20 മിനിറ്റ് എടുത്തപ്പോൾ തന്നെ ഇത് വെന്തുണ്ട്. ഇനി ഇത് വറവിലേക്ക് ഇടുക. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില, 2 പച്ചമുളക് കീറിയത്, 2 ചുവന്ന മുളക്, ഇതെല്ലാം മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 പിടി തേങ്ങ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കാ ടീസ്പൂണ് മുളക് പൊടി, ഏത് മുളക് പൊടിയായാലും ഇതില്ല, ഒരു കാ ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാ ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാ ടീസ്പൂണ് കായപ്പൊടിയും കാ ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഈ മുറിച്ച് വെച്ച കൊഴുക്കട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട്
ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുത്താൽ കൊഴുക്കട്ട റെഡിയായി. ഇതിന് കറി വേണമെങ്കിൽ ചട്നിയൊക്കെ കൂട്ടാം, അല്ലെങ്കിൽ അപ്പടിയും കഴിക്കാം. അതിങ്ങനെ ഞാൻ കൊണ്ട് തേങ്ങയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ കൊണ്ട് കറീൻ്റെ ആവശ്യമില്ല ശരിക്കും. വേണ്ടവർക്ക് കറി കൂട്ടി കഴിക്കുകയും ചെയ്യാം. സൂപ്പർ ടേസ്റ്റാണ്. ഈ കായപ്പൊടിയൊക്കെ ഇതിനിടുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കിട്ടുന്നത്. ഇത് കായപ്പൊടിയൊന്നും ഇടാണ്ട് ഉണ്ടാക്കലുണ്ട്, വെറും വറവിലിട്ടിട്ട്. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കലുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ കായപ്പൊടിയുടെ ചുവയെല്ലാം വരുമ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റാണ്. കറി പോലും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഇപ്പോഴായാലും കഴിക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. 5 മിനിറ്റ് ഒന്ന് സിമ്മിൽ വെച്ചൊന്ന് ഇതാക്കിയാൽ വാങ്ങിച്ചാൽ 10 മിനിറ്റ് റെഡിയായി.